ഹേയ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് വിചാരിക്കുന്നു. അല്ലെന്നില്ല, ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു നോമ്പ് പെറ ഉണ്ട് കേട്ടോ. നടന്നോടിമ്മ, നോമ്പ് പെറ ഉണ്ട് കേട്ടോ. നോമ്പ് പെറക്ക് പോവുകയാണ് ഞങ്ങൾ. എവിടെയാണ് നോമ്പ് പെറ എന്ന് വെച്ചാൽ, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവിടെ ഞങ്ങളെ ടീമിൻ്റെ ഒരു നോമ്പ് പെറയാണ്. ഹായ് വരി, ഹായ് വരി, പോവാണ്. ഹായ് വരി, വായ് 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 പോ. അപ്പോൾ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിയിൽ കാണിച്ചു തരാം. ഗൈസ്, ഉമ്മയാണ് ആദ്യം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പം അമ്മച്ചിണ്ട്, പിന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ ഇവിടുന്ന് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ അടുത്തവരും. പിന്നെ ഇതാ മോനൂസ് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അവരില്ലാതെയൊക്കെ പോവാൻ പറ്റൂലല്ലോ. ഇതെന്തിനുള്ള കുറുമ്പാന്നറിയോ? ഇപ്പോൾ ഉള്ള പരിപാടിയാണ്. അവനേറ്റ് പോകുമ്പോൾ അവനെടുക്കണം, ഇല്ലെങ്കിൽ ഇതെങ്ങനെ നിൽക്കും? വഴിയിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ട് നിൽക്കും, ഒട്ടും അനങ്ങൂല ഇവിടുന്ന്. ടാറ്റൊക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. പോയിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. ഇന്നും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്നത്തെയും പോലെ. ഇന്ന് ലേറ്റ് ആകാൻ കാരണം ഞാനല്ല, നമ്മളെ കൂടെ ഒരു താത്ത ഉണ്ട് പറഞ്ഞില്ലേ, താത്തയായിരുന്നു. താത്ത അപ്പുറത്തും കാത്തുന്നു, ഞങ്ങൾ ഇപ്പുറത്തും കാത്തുന്നു. അങ്ങനെ കാത്തുനിന്ന് ലാസ്റ്റ് സമയം പോവുകയും ചെയ്തു. അപ്പോൾ ആ സൂര്യനെ കണ്ടില്ലേ നിങ്ങൾ? സൂര്യാസ്തമയം ആകാറായി എന്നുള്ളതിന് ഒരു ഉദാഹരണമായി എടുത്ത വീഡിയോ ആയിരുന്നത്. എൻ്റെ മോന് കൊളാക്കി കൈയിട്ടിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ തിരൂർ EMS പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നോമ്പ് പെറ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ഇങ്ങോട്ട് കയറാൻ ആകെ ടിക്കറ്റിന് 20 രൂപ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. നോമ്പ് പിറക്കാനും ഫുഡ് കഴിക്കാനൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ ആ കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനും കാര്യങ്ങളും ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഉമ്മക്ക് വേഗം കയറിയിരുന്ന് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ ലീഡർ മുസ്താക്ക പേരക്കുട്ടിനെ കൽപ്പിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പേരക്കുട്ടി മൂപ്പരെ വിട്ടിട്ട് എവിടേക്കും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജയാനുമോൻ ഇവിടെ നോമ്പ് പിറക്കലൊക്കെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമൂസ, കട്ട്ലേറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. മോനൂസ് നല്ല എസ്സലായിട്ട് നോമ്പ് പെറ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ലീഡറായിട്ടുള്ള ശശിയേട്ടൻ എല്ലാവരും ഇരുന്നില്ലേ, എല്ലാവർക്കും എല്ലാം ആയില്ലേ എന്നുള്ളതിൽ നോക്കി ഒക്കെ സെറ്റാക്കിയായിരുന്നു. പിന്നെ അഭിലാഷേട്ടന് നല്ല ഡീസൻ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ നോമ്പ് പെറൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനൂനായിട്ട് ഞാൻ കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവനെ ആദ്യം തന്നെ ഊഞ്ഞാലയിൽ ഇരുത്തി ആട്ടിക്കൊടുത്ത്, അതിലിരുത്തി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അവന് വരുന്നേ ഇല്ല കേട്ടോ. ഇതാണ് ഈ പാർക്കിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് മരത്തുമ്മക്കൂടിയൊക്കെ ആക്കിയിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാല വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. ഇവിടെ ചെയ്യാൻ ബേബി കുറേ നേരം ഇരുന്ന് ആടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഉമ്മ വന്നപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇതൊക്കെ കണ്ടത്. അവർ കുറച്ച് കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ ഉപകാരപ്പെടുന്ന കോഡ്സാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ മരത്തിൻ്റെ മേലെ കുറച്ച് ചെണ്ട് പോലൊക്കെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഹെലികോപ്റ്ററാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഹെലികോപ്റ്റർ, അതുപോലെ പെറ്റ്സ് പാർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അടവായിരുന്നു, നോമ്പായതുകൊണ്ട് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ഇത് കൊടുക്കണം, ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇതുവരെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റാത്ത ഒരു കുഞ്ഞ് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഹൊറർ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ പോരുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായി. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ്സിൻ്റെ ടൈമിൽ പോവും വേണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനതൊക്കെ നോക്കാൻ പോയ സമയത്ത് ഉമ്മ ഇരുന്ന് മോനൂസിനെ ഇരുന്ന് ഊഞ്ഞാലയിൽ ആട്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉമ്മ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി പോരിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അപ്പുറത്തേക്കും ആ വഴിക്ക് അങ്ങനെ പോയി അപ്പുറത്തേക്കൊക്കെ വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കാര്യമായിട്ടാണ്ട് പോയിട്ടില്ല. പിന്നെ ഞാൻ വന്ന് പിന്നെ മോനൂസിനെ ഇങ്ങനത്തെ ഈ സാധനത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കയറിയിട്ട് കീഞ്ഞ് വരുന്നതിൽ ഇതുവരെ കയറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മോൻ പറഞ്ഞ്, ഞാൻ കയറ്റിത്തരാം താത്ത വീഡിയോ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. അവനങ്ങനെ കയറ്റി ആദ്യമായിട്ടാണ് അവനതിലിരുത്തുന്നത്, കൈ എടുക്കുന്നതൊക്കെ പറഞ്ഞെടുത്തത്. എല്ലാവരും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടെ ഉള്ളവർ മാത്രമല്ല എല്ലാത്തവരും ഉണ്ടായിരുന്നു തോന്നുന്നു, കാരണൂടെ. പിന്നെ നോക്കിയാൽ ഈ ഒരു കളിക്കുന്ന സാധനത്തിൽ എല്ലാ മക്കളും ഒരുമിച്ചിരുന്നിട്ട് കറക്കി കളിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു സംഭവം. നമ്മൾ മക്കളായിട്ടൊക്കെ വന്നിട്ട്
ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കും ചെയ്യും. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഇവിടെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുക. അവർ കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് മാറി കുട്ടികളായിട്ട് കളിപ്പിക്കുന്ന പണിയിലേന്ന്. അപ്പോൾ അവരവിടെ ഡീസൻ്റായിട്ട് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ വന്ന് മക്കളെയും കളിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മക്കളായിട്ട് ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയൊരു സ്ഥലമാണല്ലോ. മാലിക് ബേബി ഓടി പോവണ്ട. ഞാൻ വിചാരിച്ചു ഇവന് ചെറുതല്ലേ, കുഞ്ഞല്ലേ, ഇവന് ഒറ്റയ്ക്ക് ഇത് കയറാനും ഇറങ്ങാനും ഒന്നും അറിയണ്ടാവില്ല എന്ന്. പക്ഷെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതുപോലെ ചെയ്യും. അപ്പോൾ ഓൻ അവിടെ കളിപ്പിച്ചില്ലേ, അപ്പോൾ അവനക്ക് വീണ്ടും കളിക്കണം. അപ്പോൾ ഓൻ ഓടി വന്ന് ഓരോരുത്തർ കയറുന്ന ഓൻ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ കയറുക ഇറങ്ങുക. ഞാൻ വിചാരിച്ചു എപ്പോഴും ഇവനക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പിന്നെ മറിഞ്ഞ് വീഴും ഇതെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓനതടാ ഡീസൻ്റായിട്ട് കയറുന്ന് ഇറങ്ങുന്ന് കേന്ന്. അയ്യോ എന്താ രസം. അതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരുപാട് തവണ അവന് അത് സ്പീഡിൽ ഓടി വരിക കയറുക ഇറങ്ങുക, അങ്ങനെ സ്പീഡിൽ ഒരുപാട് തവണ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊക്കെ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ നടന്നതുമായിരുന്നു. ലാസ്റ്റ് ഉമ്മാക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ ഇട്ട് വന്നപ്പോൾ വീഡിയോ ഇല്ല. അപ്പോഴാണ് മനസ്സിലായത് വീഡിയോ ഓണാക്കാണ്ടാണ് എല്ലാതും വീഡിയോ എടുത്ത് എന്നുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ആൾ അവിടുത്തെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ, അവിടെ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളിതിൽ എക്സ്പേർട്ടായിട്ടുണ്ട്, കയറുന്ന ഇതാക്കുന്ന. അതിൻ്റെ ഇടയ്ക്കാണ്ട് കയറി ഇരിക്കുമ്പോഴാണ് ആൾക്ക് ചെറിയൊരു പ്രയാസമുള്ളത്. എന്നാലും ആൾ ഡീസൻ്റാണ്. എന്തും ഒരു പ്രാവശ്യം കണ്ടാൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാനൊക്കെ ആൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേറെയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. നമ്മളെ ടീമിൽ പെട്ടവർ തന്നെ ഉണ്ടായിരുന്നു കുട്ടികൾ, അല്ലാത്ത കുട്ടികളും ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫാമിലീസൊക്കെ ആയിട്ട് നോമ്പ് പെറുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് ഒരുപാട് നേരം ഇതിൽ കളിച്ചിരുന്നു കേട്ടോ. ഒരുപാട് ടൈം അവൻ ഒറ്റയ്ക്ക് കയറലും ഉണ്ടാവലൊക്കെ ആയിട്ട് ഒരുപാട് ടൈം അവന് കളിച്ചിരുന്നു. അവനെന്തായാലും ഹാപ്പിയാണ് ഇന്നിങ്ങോട്ട് വന്ന കാര്യത്തിൽ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമായിരിക്കുമ്പോൾ നമുക്കൊന്നും കൂടി രസമാണ്. മക്കളായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കുക, മക്കളെ എൻജോയ്മെൻറ്റ് ചെയ്യുക, അതിനും പറ്റും. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് വരുന്നത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോഴേക്കിനും അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ സെറ്റായി വന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം കേൾക്കായിരുന്നു. ഉമ്മ പറഞ്ഞാൽ ഞാൻ ഇരുന്നോ ആദ്യം, ഞാൻ പിന്നെ ഇരുന്നോളാം, ഞാൻ അതുവരെ ഓനായിട്ട് കളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറുന്നാൻ വേണ്ടി ഇരുന്നപ്പോൾ ഉമ്മയും മോനും കൂടി പോയി കളിച്ചിരിക്കുന്ന രംഗാണത്. അപ്പോൾ ഓൻ അവിടെ ആ സ്റ്റേജിൽ കയറ്റി നിർത്തിയപ്പോൾ അവൻ അവിടെ നിന്ന് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറയായിരുന്നു ഫോൺ ഉണ്ടായിട്ട് ഞാൻ വീഡിയോ എടുത്തരാം, നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല പാട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ആൾ അവിടെ നിന്ന് കളിക്കും കൂടി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ടോട്ടലി ആൾക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല രസമായിരുന്നു മൂപ്പരിക്ക് അവിടെ പോയതിന് ശേഷം ചിരിയും കളിയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ ഇരുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ മോനുസിനെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിരുത്തി കൊടുത്തതിൽ ഇതുവരെ അവൻ ഇരുന്നിട്ടില്ലല്ലോ എന്ന് കരുതി ഇതിലിരുത്തി കൊടുത്ത് ഒരു 2 റൗണ്ടൊക്കെ കറങ്ങിയിട്ടാണ്. 2 റൗണ്ട് കറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഓണാക്കി പിടിക്കുന്നത്, അവൻ സെറ്റാണോ എന്ന് നോക്കണമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ കറങ്ങാൻ നിന്നില്ല, അപ്പോഴേക്കിനും അവൻ ഇറങ്ങിപ്പോകുകയും ചെയ്ത്. കറങ്ങുന്നത് എനിക്ക് വീഡിയോയിലോട്ട് കിട്ടിയുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് വെച്ച് ലൈറ്റൊക്കെ മൊത്തത്തിൽ കെടുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ ഇവിടെ കറണ്ട് പോയാവോ എന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് പോയതല്ലായിരുന്നു, അവിടെ വലിയൊരു ടിസ്റ്റായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടെന്നുള്ള. അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്വിമ്മിങ് പൂളല്ല, ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാന്ന് എനിക്കറിയില്ലായിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടതും. പിന്നെ മക്കളും എല്ലാവരും കൂടി ഓടി അങ്ങോട്ട് പോയിട്ടാണ്. ഞാൻ ഈ ഒരു സംഭവത്തിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ മോനൂസ് അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത്. മോനൂസിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര കൗതുകത്തോടെ നല്ല രസത്തോടെ നല്ല ഇഷ്ടത്തോടെ ആദ്യമായിട്ട് കാണാമല്ലേ. അവന് കുറേ നേരം അവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് അവിടെ നല്ല നല്ല പാട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ അതിങ്ങനെ ആയി കളിക്കല്ല, നല്ല സിനിമാ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് കേട്ടിട്ട് ആൾ ഭയങ്കര ഇതിൽ എന്താ പറയുക, ഭയങ്കര ആകാംക്ഷയോടെ ഭയങ്കര സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എന്താ പറയുക, പല കളറിൽ പല രീതിക്കായിരുന്നു ആ വെള്ളം വരുന്നുണ്ടായിരുന്നത്.
പക്ഷെ നല്ലൊരു തണുപ്പും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ ഫുഡ് കഴിക്കായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓടി വന്ന് കാണൽ തുടങ്ങി. ഫുഡ് കഴിക്കലൊക്കെ ബാക്കിയുള്ളവർ പെട്ടെന്ന് തീർത്തിട്ട് ബാക്കിയുള്ളവരും ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഉമ്മ വേഗം ഫുഡ് കഴിച്ചിട്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് 8 മണിക്ക് ലാസ്റ്റ് ബസ് 8 മണിക്കായിരുന്നു സ്റ്റാൻഡിൽ നിന്ന്. അപ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു പിന്നീട് അങ്ങോട്ട്. എല്ലാവരും ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് മറന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് 8 മണിക്ക് ബസ്സിന് പോകേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ ഓട്ടോ വിളിച്ച് പോകണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അടിപൊളി ഒരു ദിവസം.